കൃത്യമായി ചടുലമായ നീക്കങ്ങൾ നടത്തി ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ ഐക്യം എത്രത്തോളം ശക്തിപ്പെടുത്താം എന്ന് നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഗൗരവിന്റെ കഴിവ് അസാമാന്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഗൗരവിനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം അസാം മുഖ്യമന്ത്രിയാകാൻ ഇനി അധിക നാൾ വേണ്ടി വരില്ല എന്ന്. അത്രയേറെ മികവാർന്ന പോരാട്ടം. അസാമിലെ ജോർഹട്ട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഇക്കുറിയും BJPയുടെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് 75,000-ഓളം വോട്ടുകൾക്ക് ജയിച്ചു കയറി. ഇപ്പോൾ നിലവിൽ അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് സമാനതകളില്ലാത്ത ഒരു സമര പരിപാടി തന്നെയാണ് ഗൗരവ് ഗൊഗോയിയുടെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഹിമന്ത ബിശ്വ ശർമ്മ ഗൗരവ് ഗൊഗോയിയെ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു വാചകമുണ്ട്. ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഉറച്ച നേതാവാണ്, ഇദ്ദേഹം വ്യത്യസ്തമായ പാർട്ടിയിലാണെങ്കിലും എനിക്ക് അദ്ദേഹത്തിനോട് ബഹുമാനമുണ്ട് പറഞ്ഞത്. അതിന് ഉത്തരം വളരെ ലളിതമാണ്. അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിൽ ഗൗരവ് ഗൊഗോയ് ചെന്ന് ഏർപ്പെടാറില്ല. എന്നാൽ ഗൗരവ് ഗൊഗോയ് ഉയർത്തുന്ന ഓരോ വിഷയങ്ങളും തീമഴയായി BJPയുടെ നെഞ്ചിൽ പതിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമാനതകളില്ലാത്ത ഒരു പോരാട്ടത്തിൽ ഗൗരവിന്റെ പങ്ക് എത്രത്തോളം സ്തുത്യർഹമാണ് എന്നുള്ളത് BJP നേതാക്കൾ മനസ്സിലാക്കിയിരിക്കുന്നു. അസാമിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന 2026-ലാണ്. ഹിമന്ത ബിശ്വ ശർമ്മ എന്ന ട്രബിൾ ഷൂട്ടറെ ഉപയോഗിച്ച് BJP ദേശീയ തലത്തിൽ പല കളികളും കളിക്കാറുണ്ട്. പല സംസ്ഥാന ഭരണത്തെയും അട്ടിമറിക്കാൻ ഹിമന്ത ബിശ്വ ശർമ്മയെ ഉപയോഗിക്കുന്ന ഒരു പോളിസി നിലവിൽ BJPക്കുണ്ട്. എന്നാൽ സാക്ഷാൽ ആ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് പോലും ഗൗരവ് ഗൊഗോയ് എന്നാൽ ഭയം തന്നെയാണ്. തരുൺ ഗൊഗോയുടെ അതേ മുറയിൽ ബൂസ്റ്റ് അതേ രീതിയിൽ തന്നെ ഗൗരവിനും ലഭിച്ചിട്ടുണ്ട് എന്ന് ഹിമന്ത് വ്യക്തമായി മനസ്സിലാക്കുന്നു. ഒരിക്കൽ കോൺഗ്രസ്സുകാരനായിരുന്ന ഹിമന്തിന് നന്നായി അറിയാം. കാരണം കൂടെ കിടന്നവനല്ലേ രാപ്പനി അറിയൂ എന്ന ഒരു ചൊല്ല് ഏറ്റവും പ്രസക്തമാണ് ഗൗരവിന്റെ കാര്യത്തിൽ. ഗൗരവിനോടൊപ്പം തോളോട് തോൾ ചേർന്ന പ്രസ്ഥാനത്തിന്റെ കൂടെ പ്രവർത്തിച്ച കാലം മുതലേ അദ്ദേഹത്തിൽ ഉറങ്ങിക്കിടന്ന ഒരു ഫയർ കൃത്യമായി നോട്ടീസ് ചെയ്തത് തന്നെയാണ്. ഇപ്പോഴതാ അത് ഏറ്റവും ശക്തമായ രീതിയിൽ അമിത്ഷായ്ക്കെതിരെ പ്രയോഗിക്കുന്നു. അമിത്ഷാ മണിപ്പൂർ വിഷയത്തെക്കുറിച്ചോ കലാപ സാഹചര്യങ്ങളെ കുറിച്ചോ ഒന്നും പ്രതികരിക്കാതെ ഭരണഘടനയെ താറടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് മനുസ്മൃതി ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി ഭരണഘടനയെ പിച്ച് ചീന്താൻ മാറിയ കളികൾ കളിക്കുന്നത്. നിങ്ങൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ നിങ്ങൾ ഈശ്വരനെ വിളിക്കൂ, അംബേദ്കറെ വിളിച്ചിട്ട് എന്ത് കാര്യം എന്ന് പറയും. അമിത്ഷാ ആരാണ് ജനങ്ങളെ സ്വർഗം കാണിക്കാൻ എന്ന ചോദ്യമാണ് ഗൗരവ് ഗൊഗോയ് ചോദിക്കുന്നത്. നിയമവും നീതിയുമെല്ലാം അമിത്ഷായുടെ കുത്തക അവകാശമാണ്. ആഭ്യന്തരമന്ത്രിയാണ് എന്ന് വെച്ച് എല്ലാവരെയും അങ്ങ് വിരട്ടിക്കളയാം എന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? അമിത്ഷായുടെ മുഖത്ത് നോക്കി കൈ ചൂണ്ടി ഇങ്ങനെ സംസാരിക്കാൻ ചങ്കുറപ്പുള്ള വളരെ കുറച്ച് നേതാക്കളെ ഉള്ളൂ. അതിലൊരാളാണ് ഗൗരവ് ഗൊഗോയ്.